ഒരു മലയാളം സിംഗർ 5, 6, 7 മിനിറ്റും പാടിയിരുന്നിടത്ത് മലയാള സിംഗറുടെ ആവശ്യം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാടാൻ പറ്റാവുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ആ മേഖലയിൽ. ഇപ്പൊ റിയാലിറ്റി ഷോയില് കുട്ടികൾ എടുക്കുന്ന പാട്ടുകളും അങ്ങനെയാണല്ലോ, എല്ലാം പഴയ പാട്ടുകളാണ്. പഴയ പാട്ടുകൾ പാടിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്തെ പാടാൻ എന്തെങ്കിലും ഉള്ളൂ. പുതിയ പാട്ടുകൾ മോശം പറയണത് ആ ഒരു ഗ്രിപ്പ് ഉള്ള പാട്ടുകൾ, അതാണ് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പ്രൂവ് ചെയ്യാൻ പറ്റിയ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നിലത്തിരിക്കണില്ല. അതൊരു കാര്യം, നിലത്തിരുന്ന് നമ്മുടെ ബോഡി സൈറ്റായിട്ട് നമ്മുടെ ബ്രീത്തിങ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് പല ഇതിനും വർക്ക് ചെയ്യാത്ത പല നെർവുകളും പാടുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഞാൻ. അതെനിക്ക് അവരുടെ വ്യത്യാസം ഭയങ്കര, സ്വന്തമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു മാറ്റങ്ങളുണ്ട്. എത്ര പേർക്കാണ് സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട് ശരിയാവാത്തവരുണ്ട് പോലും. സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട് ശരിയാവാത്തവർക്ക് പാട്ടിലൂടെ ശരിയാക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഇന്ന ട്രെയിനിങ് എന്നല്ല, അവര് ഉറക്കനെ പാടി 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 വരുന്നതാണ് ഓട്ടോമാറ്റിക്. ഡിവോഷണൽ സോങ്സിനെ പുതിയ തലമുറ പാടുന്നത് കുറവാണെന്ന് ഫീൽ വരുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഡിവോഷണൽ സോങ്സ് ഒക്കെ എല്ലാവരും എല്ലാ തരത്തിലുള്ള, ക്രിസ്ത്യൻ ഡിവോഷണൽ ആണെങ്കിലും ഹിന്ദു ഡിവോഷണൽ ആണെങ്കിലും ഒക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. പൊതുവേ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോയാലും ഒക്കെ അടിപൊളി എന്നുള്ള രീതിയിലാണല്ലോ. നമ്മളിപ്പോ ഗാനമേളയിലൊക്കെ തന്നെ മാറിയില്ലേ, ഇപ്പൊ ഒരു ഷോസ് എന്നുള്ള രീതിയിലായില്ല, അല്ലെങ്കിൽ ബാൻഡ് എന്നുള്ള രീതിയിലേക്ക് എല്ലാം മാറി. പണ്ടുന്ന രീതിയിൽ ഇപ്പോ ഒരു മലയാളം സിംഗർ 5, 6, 7 മിനിറ്റും പാടിയിരുന്നിടത്ത് മലയാള സിംഗറുടെ ആവശ്യം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാടാൻ പറ്റാവുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ആ മേഖലയിൽ വർക്ക്. സിനിമയിലെ ആക്ടേഴ്സ് തന്നെ പാടുന്നുണ്ടല്ലോ പാട്ടുകൾ. പക്ഷെ അത് അക്സെപ്റ്റൻസ് ഉണ്ട് ശരിക്കും, ആൾക്കാരെ അംഗീകരിക്കേണ്ട ആൾക്കാർ. കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ പാടാൻ തന്നെ വേണമല്ലോ. അപ്പൊ അത് അങ്ങനെ ആൾക്കാരെ അംഗീകരിക്കേണ്ട, അതിനെ പറ്റി ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ മോഹൻലാലും ഒക്കെ എല്ലാവരും പാടിയിട്ടുണ്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടമാണ്, കേൾക്കാനൊക്കെ ആൾക്കാർ താല്പര്യമാണ്. പിന്നെ പാടുന്ന പുതിയ തലമുറയിലുള്ള എല്ലാവരും പാടുന്ന ആൾക്കാരും ഉണ്ട്. കുറെ പേര് പാടുന്ന ആൾക്കാരുണ്ട്, ഡാൻസും പാട്ടും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. പണ്ടത്തെ സാഹചര്യമില്ല, പഠിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പൊ എല്ലാവർക്കും കൂടുതലാണ്. ഇപ്പൊ വീട്ടിലിരുന്ന് വരെ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഒക്കെ എല്ലാം പഠിക്കാനായിട്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവരും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ വളരെ കുറച്ച് പേര് പഠിച്ചിരുന്നു. മ്യൂസിക് തന്നെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇത്രയും കുട്ടികൾ വരാൻ ഒരു കാരണം അതാണ്. ഇപ്പൊ ഏകദേശം 600-600ഓളം കുട്ടികളുണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. 600 കുട്ടികളുണ്ട്. എല്ലാം കൂടി ഒരിക്കലല്ല, സ്ട്രിക്റ്റ് അല്ല. കാരണം പണ്ടെന്ന് പറഞ്ഞിരുന്നത് നമുക്ക് ആ ഒരു ഇത് ഓടുമായിരുന്നു. സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ആവശ്യക്കാർ മാത്രം വന്നിരുന്നൊരു സമയം. ഇപ്പൊ അതല്ല, ഇപ്പൊ വളരെ കുറച്ച്, ഇപ്പൊ ചിലപ്പോൾ 6, 7 വയസ്സാകുമ്പോ തന്നെ കൊണ്ടുവന്നാക്കണം. അപ്പൊ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ പോലും അവർ കേട്ടിരിക്കട്ടെ, ഇപ്പോഴേ കേട്ടിരിക്കട്ടെ എന്നുള്ള മൈൻഡുള്ള ആൾക്കാരാണ്. പിന്നെ സ്കൂളുകളിലും ഒക്കെ പഠിക്കാനും ഒക്കെ അവർക്ക് കുറെ ഓവർലോഡാണ്. പിന്നെ ഇവിടെയും നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലും കൂടെ, അതായത് കല പഠിക്കുന്നിടത്തും കൂടുതൽ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും റിലാക്സേഷൻ ആയിട്ട്. എത്ര വയസ്സ് മുതൽക്ക് അവിടെ കുട്ടികളുണ്ട്? 6 വയസ്സുള്ള കുട്ടികളുണ്ട്. 6 വയസ്സ് മുതൽക്ക് കുട്ടികളുണ്ട്. ബാച്ച് വൈസ് എത്ര വരെ പോകും? 84 വയസ്സ് വരെ ഉള്ളവരുണ്ട്. അവർക്കുള്ള റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ എല്ലാ ദിവസമായിട്ടാണ് ക്ലാസ്. അപ്പൊ ഈ പ്രായമുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ. ഉണ്ട്. പ്രായമുള്ളവർ വരുന്നുണ്ട് കേട്ടോ, നേരിട്ട് വന്ന് പഠിക്കുന്നവരുണ്ട്, പ്രായമുള്ളവർ അല്ലാണ്ടുണ്ട്. ഓൺലൈൻ നമുക്ക് മിക്ക കൺട്രികളുണ്ട്. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ കൂടുതൽ ഊർജിതമാക്കിയത്. അത്യാവശ്യം എല്ലാ കൺട്രീസും നമുക്ക് ഇവിടെ നിന്ന് പോയ ആൾക്കാരായിട്ട് മലയാളീസാണ് കൂടുതലും. മിക്ക കൺട്രികളിൽ നിന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അതാണ് പഠന രീതി ഇപ്പൊ കുറേ കൂടി സീരിയസ് ആണ്. അതായത് പ്രൊഫഷണലി അത് പോകുന്ന ആൾക്കാർ കുറേ കൂടി നന്നായിട്ട് മനസ്സിലാക്കണം. നോട്ട്സിന്റെ കേസിലൊക്കെ കുറേ കൂടി ഉൾക്കൊണ്ട് പാടാൻ പറ്റണം എന്നൊക്കെയുള്ള ആഗ്രഹത്താലെ പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ റിയാലിറ്റി ഷോയിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറെ പേരുണ്ട്. അതെ അതെ, റിയാലിറ്റി ഷോ പഠിക്കുന്ന കുട്ടികളും വിൻ ചെയ്ത് വന്നിട്ടുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. അവര് കുറെ കൂടി അത് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീനന്ദ്, പാലക്കാട് ശ്രീഹരി, ദേവനന്ദരാജ്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ അവരൊക്കെ ഇപ്പോഴും അതിന്റെ ഒരു പഠനം, അവരുടെ കരിയറിന്റെ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ സീരിയസ് ആയിട്ട് പഠിക്കാൻ വരുന്നതാണ്. അപ്പൊ നമുക്ക് സന്തോഷമാണ് കൂടുതലും. അതായത് പ്രൊഫഷണലി അതിനെ സ്നേഹിച്ച് പഠിക്കുന്നവർ, അല്ലാണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ടൈം പാസിന് വേണ്ടി പഠിക്കുന്നവരല്ല.
അപ്പൊ അവർക്ക് ക്ലാസ് എടുക്കാനും ഈ പറഞ്ഞ മിക്കവരും അതേട്ടാ വെറുതെ വരുന്ന ആൾക്കാരല്ല ഇപ്പൊ, അങ്ങനെ ആൾക്കാർ കുറഞ്ഞു. അതായത് പാരന്റ്സിന്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ വരുന്നവരൊക്കെ അല്ല, അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം റിയാലിറ്റി ഷോ ഒരു വലിയൊരു ഘടകമാണ്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റിയാലിറ്റി ഷോയില് കുട്ടികളെ പഠിക്കുന്ന അവരുടെ പാരന്റ്സിനുള്ള ഇഷ്ടം അതിനകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറെ കാര്യങ്ങളെങ്കിലും അങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക്. കാരണം സംഗീതത്തിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഈ ജഡ്ജസ് ഒക്കെ ഇരുന്ന് ഓരോ കമന്റ്സ് പറയണതും അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് തോന്നാനൊക്കെ കാരണമായിട്ടുണ്ട്. ഇപ്പൊ റിയാലിറ്റി ഷോയില് കുട്ടികൾ എടുക്കുന്ന പാട്ടുകളും അങ്ങനെയാണല്ലോ, എല്ലാം പഴയ പാട്ടുകളാണ്. പഴയ പാട്ടുകൾ പാടിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്തെ പാടാൻ എന്തെങ്കിലും ഉള്ളൂ. പുതിയ പാട്ടുകൾ മോശം എന്നല്ല പറയണത്, ആ ഒരു ഗ്രിപ്പ് ഉള്ള പാട്ടുകൾ, അതാണ് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പ്രൂവ് ചെയ്യാൻ പറ്റിയ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മളൊരു പ്രത്യേകിച്ച് ഫൈനലിലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് സ്റ്റേജിൽ പാടാൻ പറ്റാത്ത അത്ര എടുത്താൽ പോകാത്ത പാട്ടുകളാണ് പാടണം. ഇപ്പൊ ലളിതാനങ്ങളുടെ കോമ്പറ്റീഷൻ വൈസ് കുറെ ലളിതാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ലളിതാനങ്ങൾ ഇപ്പൊ ഒരു 100 ലളിതാനങ്ങൾ ചെയ്യാൻ ഒരാൾ സമീപിച്ചിട്ടുണ്ട് ഈയിടെയായിട്ട്. 100 ലളിതാനങ്ങളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ വർക്കട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലളിതഗാനം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ഭയങ്കര ടഫായിട്ടുള്ള പാട്ടുകൾ വേണം മാർക്ക് കിട്ടണമെങ്കിൽ വേണ്ടിട്ടാ. അപ്പൊ അങ്ങനെയും മാറും. പണ്ട് ലളിതമായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ലളിത, പക്ഷെ അതില്ല. ഇപ്പൊ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറെ പ്ലാൻസ് ഒക്കെ ഉള്ള പാട്ടുകൾ പാടിയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള ധാരണ പൊതുവെ ഉണ്ട്. ഒരു സിംഗറിന് നോക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ പെട്ടെന്ന് ഒരു പാട്ടുകാരിൽ കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇൻബോൺ ടാലന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. ഒരിക്കലും ജന്മസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പകരം വെക്കാത്ത ഒന്നാണ്. പിന്നെ പഠിച്ച് അതിനെ കൂടുതൽ പോളിഷ് ചെയ്യാന്നുള്ളതാണ് വേറൊരു ഘടകം. അതല്ലാതെ വരുന്നവർക്ക് എന്തായാലും മിനിമം ക്വാളിറ്റി വേണ്ട ഒന്നാണ് ശ്രുതിയും താളവും. അത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് എന്ത് കേട്ടും കാര്യമില്ല. പക്ഷെ നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ അവർക്ക് ആ ശബ്ദം കേട്ട് അതിനകത്തേക്ക് ആവാൻ പറ്റും. ഒരു പാടാൻ ഒരു കഴിവില്ലാത്തവർ പഠിക്കണം എന്നല്ല ഞാൻ പറയണത്, എങ്കിലും ആൾക്കാർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് സംഗീതം അഭ്യസിക്കുന്നതിലൂടെ. അതായത് ഒന്നാമത് നിലത്തിരിക്കണ അവസ്ഥ വളരെ കുറവാണ്. നമ്മൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം നിലത്തിരിക്കണില്ല. അതൊരു കാര്യം. നിലത്തിരുന്ന് നമ്മുടെ ബോഡി സൈറ്റായിട്ട് നമ്മുടെ ബ്രീത്തിങ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് പല ഇതിലും വർക്ക് ചെയ്യാത്ത പല നെർവുകളും പാടുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഫ്രീ എന്ന നമുക്ക് സങ്കടം വരുമ്പോൾ പാട്ട് കേൾക്കുമെന്നൊക്കെ ചിന്തിക്കണതിന് ഉപരി നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്ന ഇത് ഭയങ്കരമാണ്. അത് ശരിക്കും കുട്ടികളുടെ മൈൻഡ് ഭയങ്കരമാണ്. അതായത് ഇപ്പോഴത്തെ കുട്ടികളിലുള്ള ഈ അഡിക്ഷൻസ് ഉണ്ടല്ലോ, ഫോണിന്റെ നമ്മുടെ സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷൻസ് മാറാനായിട്ട് ചിലർ കൊണ്ടുവരാറുണ്ട്. അതായത് അവർ ഒറ്റയ്ക്ക് കളിക്കുള്ളൂ. അതായത് ഇങ്ങനെ ചെയ്ത് ഫോണിലൂടെയുള്ള കളികളിലൂടെയൊക്കെ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാണ്ടും ഒരു കുറേ കൂടി പിന്നെ ഹൈപ്പർ ആയിട്ടുള്ളവര് അവരൊക്കെ ഉറപ്പായിട്ടും വരാറുണ്ട്. അതായത് ഇങ്ങനെ ഇരുന്ന് ശരിയാവാനും പാടി ശരിയാവാനും കുറെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനും, കാരണം ഇതിൽ നിന്നൊക്കെ കുറച്ചു നേരമെങ്കിലും മാറ്റി നിർത്താനായിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരുമുണ്ട്. ശരിക്കും സപ്പോർട്ടീവായിട്ട് അത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഞാൻ. അതെനിക്ക് അവരുടെ വ്യത്യാസം ഭയങ്കര, സ്വന്തമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു മാറ്റങ്ങളുണ്ട്. നന്നായിട്ട് ശരിക്കും അറിയാലോ. ഒരു 1-2 മാസങ്ങൾ കൊണ്ടല്ല അതുണ്ടാവണം, പിന്നീടുള്ള കുറെ നാളത്തെ ഇതുകൊണ്ട് നമുക്കത് മനസ്സിലാവും അവർക്കുള്ള ചേഞ്ചസ്, ഓരോ വ്യത്യാസങ്ങൾ. പാട്ടുപഠിത്തം ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ്, മ്യൂസിക് ഭയങ്കര ഒരു ഹീലിംഗ് പവറും കൂടിയാണ്. തീർച്ചയായിട്ടും നന്നായിട്ട്. ഇപ്പൊ നമ്മളിപ്പോ മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് പറയുമ്പോഴും ഇന്ന രാഗങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടെന്ന് പറയുമ്പോഴും എല്ലാവർക്കും എല്ലാം പോസിബിൾ. ഇപ്പൊ പാരസെറ്റാമോൾ ഗുളി എല്ലാവർക്കും പറ്റുന്ന പറയാം എന്ന് പറഞ്ഞ പോലെ എല്ലാ രാഗങ്ങളും നമ്മൾ ചെയ്യുന്ന അവരെ ആദ്യം സിനിമാ ഗാനങ്ങളിലൂടെ തന്നെയാണ് ആ രാഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ നിങ്ങളൊരു കച്ചേരിയാക്കാനല്ല പറയാം. അപ്പൊ ഇതിനകത്തൊക്കെ എത്രത്തോളം അവർക്ക് ഗുണമാവേണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിലൂടെയും അവർ ഇൻഡിപെൻഡന്റ് ആവുന്നതിലൂടെയാണ് ഓരോ കാര്യങ്ങൾ സ്വമേധയെ ചെയ്യാനായിട്ട് അവർ മാറ്റങ്ങൾ, അവർ പാട്ട് കേട്ട് ആസ്വദിക്കാനും തന്നെത്താനെ എഴുതാനും അങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിച്ച് പഠനങ്ങൾ വരെ ആയ കുട്ടികളുണ്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ. പക്ഷെ എല്ലാം ബൈഹാർട്ടാണ് അവർ. അതായത് അവർക്ക് എഴുതി കൊടുത്ത് അടുത്ത നോട്ട് എടുക്കാൻ പറ്റില്ല. ഒരു ദിവസം തന്നെ നമ്മൾ പഠിച്ച് പിന്നത്തെ ദിവസം അത് വീണ്ടും പഠിച്ച് അടുത്ത് എടുക്കുമ്പോൾ വീണ്ടും പഴയന്ന് വന്ന് അങ്ങനെ നല്ല കംഫർട്ടായിട്ട് എല്ലാം കാണാപ്പാടം പാടുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ അത് മറക്കുകയുമില്ല. എപ്പോൾ പാടാൻ പറഞ്ഞാലും അതേപോലെ തന്നെ പാടുകയും ചെയ്യും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം പഠനത്തോടൊപ്പം അവർക്കും കൂടെ ഒരു സപ്പോർട്ടിങ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്.
അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ ഒരു പേരൻസ് എന്ന് പറയുന്നത് മക്കള് തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കരമായിട്ട് പറയാം വ്യത്യാസം വന്നെന്ന് പറയാറുണ്ട്. അതായത് ഈ ഇരിക്കണ കേസിൽ തന്നെ വരുമ്പോ തന്നെ നിലത്ത് ഇരുന്ന് ക്ഷമ പഠിച്ചു കുട്ടികൾക്ക് പല കുട്ടികൾക്കും ഇല്ലാത്തൊരു കേസ് എന്ന് വെച്ചാൽ പഠനത്തിലൂടെ അവർക്ക് വെറുതെ കൊണ്ടുവന്ന് അവര് തള്ളി വിടലല്ലല്ലോ, അവർക്കത് നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവര് കൊണ്ടുവന്ന് വിടുന്നത്. അപ്പൊ ഇരുന്ന് ഒരുമിച്ച് അവര് പഠിക്കുന്നതിലൂടെ നല്ലോണം അവർക്ക് വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടുണ്ട്. അത് ഒരു തർക്കമില്ല. സംഗീതം അഭ്യാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി നിരന്തരം അഭ്യസിക്കുന്നതിലൂടെ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് കാണുമ്പോൾ നമുക്കും മാനസികമായിട്ട് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലുള്ള മാറ്റങ്ങൾ പ്രകടമാവുമ്പോഴാണ് നമുക്കത് സന്തോഷമാണത്. അവര് പറയുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ നേരിട്ട് അനുഭവപ്പെടും. ചെയ്യാത്ത പല കാര്യങ്ങളിലേക്കും അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത് തുടങ്ങും. പേന പിടിക്കാനും എഴുതാനും ഒക്കെ ചിലപ്പോൾ ചെറുതായിട്ട് അവര് മനസ്സിലാക്കി. ഉച്ചാരണം ചില വാക്കുകൾ വരാത്തത് തന്നെത്താനെ വരും. ഇപ്പൊ റാന്നുള്ള വാക്കൊക്കെ ചിലപ്പോ പറയാൻ പറ്റാത്ത അതൊക്കെ ഇത്ര പേർക്കാണ് സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട് ശരിയാവാത്തവരുണ്ട് പോലും. സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട് ശരിയാവാത്തവർക്ക് പാട്ടിലൂടെ ശരിയാക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഇന്ന ട്രെയിനിങ് എന്നല്ല, അവര് ഉറക്കനെ പാടി 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 വരുന്നതാണ് ഓട്ടോമാറ്റിക്. ബൈ പ്രാക്ടീസിലൂടെ അവർക്ക് വന്നുണ്ട്. ചിലവർക്ക് അത് ആ ഒരു ജന്മനാ ഉള്ള ചില ബർത്ത് കിട്ടിയ ചില അതൊക്കെ നന്നായിട്ട് വ്യത്യാസങ്ങളുണ്ട്. പാടി പാടി അവർക്ക് കാരണം നമ്മുടെ ഈ ജോയൊക്കെ ഫ്രീ ആവേണല്ലോ പാടി പാടി. അപ്പൊ അത് നല്ലോണം വ്യത്യാസം വരാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ട് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് അത് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഇത് ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ മെഡിസിൻ എടുക്കാതെ തന്നെയൊക്കെ മാറി വരുന്നുണ്ട്. കാരണം ലങ്സ് കുറച്ചും കൂടെ കപ്പാസിറ്റി ടെക്നിക്സും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. അങ്ങനെ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പ്രാണായാമമൊക്കെ ചെയ്യുന്നതോടൊപ്പം ശബ്ദങ്ങൾ എങ്ങനെ നമുക്ക് എത്ര നേരം ഹോൾഡ് ചെയ്ത് ചെയ്യുന്നതിനെ പറ്റി ഒക്കെ പറയാറുണ്ട്. പിന്നെ പ്രാക്ടീസിലൂടെ അത് വരും ഓട്ടോമാറ്റിക്കലി. നമ്മൾ നിരന്തരം കുറച്ചു നേരം ഒരു 10-20 മിനിറ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ പ്രാക്ടീസ് ഉണ്ട് എപ്പോഴും. അതിനുശേഷം ലെസണിലേക്കൊക്കെ പോവാറുള്ളൂ. ഓരോ ബാച്ച് വൈസും എല്ലാവർക്കും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് എന്തായാലും എപ്പോഴും നമ്മൾ പഠിക്കുന്നതിലൂടെ മാത്രമല്ല പ്രാക്ടീസിലൂടെയും കൂടി നമുക്ക് ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ 30% അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ബാക്കി അവര് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതില് പിന്നെ നമുക്ക് അവിടെ ചിട്ടയായ ഒരു പഠന രീതിയും നമ്മുടെ അവർക്ക് 3 മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പ്രാക്ടീസ് ചെയ്തിട്ട് പാരന്റ് സൈൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളൊരു അതൊരു സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല. അവര് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ എടുത്ത് നോക്കി ഞാൻ എത്ര ദിവസം പാടി അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഇതറിയാം പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന പോലെ ഇത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊരു കൊല്ലക്കണക്കുകളൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് അവർ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര നാള് വന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതിനപ്പുറത്തേക്ക് ഇല്ല. കാരണം ആ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞൊരു 27 വർഷത്തോളമായിട്ട് നമുക്ക് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റി ഈ രീതിയിൽ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാകാന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ കഴിവൊന്നും ഒന്നുമില്ല അതിനകത്ത്. ആ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ അങ്ങനെ ഇത്രയും വർഷം നമുക്ക് നിൽക്കാൻ സാധിച്ചത്. അവിടെ പാട്ട് മാത്രല്ലാണ്ട് ബാക്കി നമുക്ക് ഡാൻസ് ഉണ്ട്. ഡാൻസ് കലാമണ്ഡല സ്മിത എന്ന് പറഞ്ഞ ടീച്ചറാണ്. നമുക്ക് ഡാൻസിന് 100-200 കുട്ടികൾ ഡാൻസിന് മാത്രം നന്നായിട്ട് പോകുന്നതാണ്. നമുക്കറിയാം ഇപ്പൊ റീസെന്റ് ഇനി ഉള്ളത് ജൂൺ 4 തീയതി കൊല്ലൂരാണ് പ്രോഗ്രാം. നമ്മളെല്ലാ വർഷവും കൊല്ലൂർക്ക് കുട്ടികളെ കൊണ്ടുപോയി പാട്ടും ഡാൻസും ഒക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ എല്ലാ വർഷവും നിങ്ങളുടെ സ്റ്റുഡൻസ് ആയിട്ട് പോവാറുണ്ട് അല്ലെ പ്രോഗ്രാംസ്? അവർക്ക് നല്ലൊരു സ്റ്റേജ് കിട്ടുകയാണല്ലോ. അവിടുത്തെ മൂകാംബികയിൽ നമ്മൾ നവരാത്രിക്ക് പ്രോഗ്രാം ഉണ്ട്. അല്ലാണ്ട് കൊല്ലൂര് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ കഴിയുമ്പോഴത്തേക്കും പോവാറുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ അതുണ്ട്. പിന്നെ നമുക്ക് വയലിനുണ്ട്, വീണയുണ്ട്, ഗിറ്റാറ്, തബല, മൃദംഗം, ഫ്ലൂട്ട്, ചിത്രരചനയുണ്ട്, സോപാന സംഗീതമുണ്ട്. എല്ലാമായിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മൾ. എല്ലാത്തിനും ടീച്ചേഴ്സിന് 10-15 ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും അങ്ങനെ എല്ലാവരുമായിട്ട് നന്നായിട്ട് പോകുന്നു. അത് ചേട്ടനൊക്കെ മേടിക്കേണ്ടതൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂജൻ തരത്തിലുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഡ്രസ്സാണെങ്കിലും എല്ലാം ചേട്ടൻ ആ ഒരു പുതുമ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കടയിലൊക്കെ ചെല്ലുമ്പോൾ അവര് എടുത്തു കൊടുക്കുമ്പോൾ ഇതൊക്കെ നീട്ടാ മതി, എനിക്ക് പുതിയ ന്യൂജൻ പിള്ളേരിടുന്ന പോലത്തെ മതി എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ എപ്പോഴും ആ ഒരു ചെറുപ്പം കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരാളാണ് ചേട്ടൻ. പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എവിടേക്കോ ജയേട്ടന്റെ ഒരു സൗണ്ട് വോയിസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ? മനസ്സിലൊക്കെ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ബോധപൂർവ്വം അത് ശ്രമിച്ചിട്ടല്ല.
ചേട്ടന്റെ ഒപ്പമുള്ള കുറെ ഇത് ആയിരിക്കാം. ചിലപ്പോൾ ചേട്ടന്റെ പാട്ടുകളൊക്കെ പാടി ട്രാക്ക് പാടിയൊക്കെ അങ്ങനെ വന്നതായിരിക്കാം. സിംഗേഴ്സിന് പാടാൻ പറയുമ്പോ എപ്പോഴും നമ്മൾ കേട്ട് പഠിക്കുന്ന പോലെയല്ല. പുതിയതായിട്ടൊരു പാട്ട് പാടുമ്പോ എപ്പോഴും അതിന്റെ ഒരു ആത്മാവ് അറിഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരണമല്ല. അതെപ്പോഴും ഒരു ചലഞ്ചിങ് ആണ് പലർക്കും. അതായത് കേട്ട പാട്ടുകൾ പഠിച്ചു പാടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ പുതിയതായിട്ടൊരു സാധനം കമ്പോസ് ചെയ്തത് പാടുന്നത് മിക്കവർക്കും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷനിൽ കുറെ ചെയ്തിട്ടുണ്ട്. കാർമൽഗിരി സെമിനാരിയിൽ കുറെ നാൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറെ പള്ളിയച്ഛന്മാരെ പഠിപ്പിച്ച്, അപ്പൊ അവരൊക്കെ ഇപ്പൊ ഓരോ പള്ളികളിൽ അച്ഛന്മാരാണ്. അവർ അന്ന് പഠിക്കുമ്പോ ഒരു ഡീക്കന്മാരായിരുന്നു. നിലല തല്ലി ആർത്തിടുന്നു ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ.